ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നോറ ബിഗ് ബോസിലുണ്ട്. സീസൺ 6 ഇപ്പം 84 ഡേയ്സ് കഴിഞ്ഞു. ഇന്നലെ എവിക്റ്റ് ആയപ്പോ നമ്മളൊക്കെ പേടിച്ചു. പക്ഷേ ബിഗ് ബോസ് നമ്മളതിന് മുന്നേ നമുക്കിത് കിട്ടിയിരുന്നു. അപ്പം ആദ്യം എന്നോട് ഒരാൾ പറഞ്ഞത് ഔട്ട് ആയി എന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഔട്ടായി. പക്ഷെ പിന്നെ മനസ്സിലായി സീക്രട്ട് റൂമിലാന്നൊക്കെയുള്ള ഇത് കേട്ടിരുന്നു. എന്നാലും ആ എവിക്റ്റ് ആവുന്ന സീൻ കണ്ടപ്പോ നിങ്ങൾ ഒരു ഇരിക്കല് നോറ ഭയങ്കര എന്നുവെച്ചാ ഒറ്റപ്പെട്ട ഭയങ്കര സങ്കടമായിരുന്നു. കണ്ടാൽ തന്നെ അറിയാം ആള് ഭയങ്കര സാഡായി. പിന്നെ ആളാകെ ഒരു ഒറ്റപ്പെട്ടൊരു ഫീലിംഗ് ആയിരുന്നു ആൾക്ക്. അപ്പം അത് കണ്ടപ്പോ ഭയങ്കര സങ്കടം. കാരണം നമുക്കറിയാം നോറ എങ്ങനെയാന്നല്ലേ. എനിക്ക് തോന്നുന്നു പാവം പരിചയപ്പെട്ടിട്ട് 6 കൊല്ലമൊക്കെ ആയില്ലേ. ഞങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു നോറ ഉണ്ടായിരുന്നു. അതായത് പുറത്തൊക്കെ ആള് ഭയങ്കര ചിരിച്ച് കളിച്ച് ഭയങ്കര ബോൾഡായിട്ട് അങ്ങനത്തെ ഒരാളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മാത്രം അറിയുന്ന അവളുടെ ഒരു ഇമോഷണൽ സൈഡ് ഉണ്ടായിരുന്നു. ആ സൈഡാണ് ഇപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടത്. അതാള് അല്ലേ ബാബേനൊക്കെ വിളിച്ച് ഇങ്ങനെ കരയുമ്പോഴൊക്കെ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ആള് ഭയങ്കര ഇമോഷണൽ ആണ്, പെട്ടെന്ന് സെൻസിറ്റീവ് ആണ്. അപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആൾക്ക് സങ്കടം വരും. പക്ഷെ ആള് പുറത്തധികം ആരോടും അങ്ങനെ കാണിക്കില്ല. ക്ലോസ് ആയിട്ട് അവർക്ക് കുറച്ച് ആൾക്കാരുണ്ട്, അപ്പൊ അവരോട് മാത്രമേ കാണിക്കുള്ളൂ. അപ്പൊ ഞങ്ങൾക്കൊക്കെ അറിയുന്ന അവളുടെ ഒരു വേർഷൻ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഞങ്ങളെല്ലാരും കണ്ടത്. അതുമല്ല, നമ്മളെ കല്യാണത്തിന് എനിക്ക് തോന്നുന്നു കൊറോണ സമയത്ത് ഞങ്ങൾക്ക് അറിയാലോ. ആ സമയത്ത് ആകെ 10-15 ആൾക്കാരുണ്ടായിരുന്നു. 10 ആൾക്കാരെ തോന്നുന്നു കല്യാണത്തിനുണ്ടായത്. അതിലൊന്നും നോറയായിരുന്നു. കാര്യങ്ങളൊക്കെ എനിക്ക് സെറ്റാക്കി തന്നെ പറയായിരുന്നു. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ആ കല്യാണത്തിന് സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വീട്ടിലെത്തിയപ്പോൾ ഡ്രസ്സില്ലാത്തവൾ നോറയായിരുന്നു വാങ്ങി തന്നത്. നോറ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിലെത്തിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവൾ പോയത്. എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ കുറേ ഇയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഇതായിരുന്നു. അപ്പൊ മുന്നേ ഞാൻ പറയുമായിരുന്നു അവളുടെ ഒരു ക്യാരക്ടർ വെച്ച് നിനക്ക് ബിഗ് ബോസിൽ പോകാൻ പറ്റും. പക്ഷെ അതൊന്നും പറഞ്ഞിടുമ്പോ നമ്മൾ തീരെ വിചാരിക്കുന്നില്ല ആള് ബിഗ് ബോസിൽ എത്തുന്നോ അല്ലെങ്കിൽ ഇത്രയും പൊസിഷനിൽ എത്തും നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും ഇപ്പോ സോ ഹാപ്പി ഫോർ ഹർ. അതുമല്ല, ഈ ഒരു പ്രായം ചെറിയ 23 വയസ്സുള്ള നോക്കിയല്ലേ, ഈ ഒരു പ്രായത്തിൽ അവൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. ദൈവം ഇപ്പോൾ ഒരു നല്ല നല്ല അവസരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിജയിക്കാൻ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ടോപ്പ് 10 എത്തുന്നതന്നെ വളരെ വലിയൊരു കാര്യമാണ്. ഒരിക്കലും നോറ പോകുമ്പോൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ അവൾ ഞാൻ പറഞ്ഞത് നീ ചെന്നിട്ട് ഇപ്പൊ ഒരാഴ്ച 2 ആഴ്ച എത്രയാന്ന് വെച്ചാല് ഞാനും അവളോട് കയറുന്നതിന് മുന്നേ പറഞ്ഞതാണ്, അവസരങ്ങൾ എല്ലാവർക്കും എപ്പോഴും കിട്ടൂല, കഴിയുന്നത്ര സ്ട്രോങ്ങിൽ നിൽക്കാനാണ് ഞാനും പോകുന്നത് പറഞ്ഞത്. അപ്പം എന്തായാലും നമ്മളെ സ്നേഹിക്കുന്നവർ ഉണ്ടെങ്കിൽ എന്തായാലും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യണം. ഒന്ന് വോട്ട് ചെയ്യണം പ്ലീസ്. കാരണം നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ കയറി വോട്ട് എന്നുള്ള ബട്ടൺ കാണും നിങ്ങൾക്ക് അവിടെ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് പ്ലീസ് വോട്ട് ചെയ്യണം. ഞാൻ ഇത്രയും എത്തി ആള് ഇത്രയും നിന്നു. ഇനിയിപ്പം കുറച്ചുകൂടി ഉള്ളൂ. അപ്പം എല്ലാവരുടെ വോട്ടും അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം എല്ലാവരുടെ സപ്പോർട്ടും വോട്ടും പ്രാർത്ഥനയും ഒക്കെ വേണം. അപ്പം നമ്മൾ എത്രയും പെട്ടെന്നൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ഇതിപ്പം നോറയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പം നമ്മൾ നാളെ ചിലപ്പം വയനാട്ടിലേക്ക് പോകുന്നുണ്ട്. ആ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. എന്തായാലും എല്ലാവർക്കും ബൈ.